നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ GK, IT, കറണ്ട് അഫയേഴ്സ്, അതുപോലെ ഇംഗ്ലീഷ്, ഇത്രയും പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഹൗ മെനി ഹൈക്കോർട്ട്സ് ആർ ദെയർ ഇൻ ഇന്ത്യ അറ്റ് പ്രസന്റ്? അപ്പൊ ഈ ചോദ്യം പേപ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ബോത്ത് ലാംഗ്വേജസിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഹൗ മെനി ഹൈക്കോർട്ട്സ് ആർ ദെയർ ഇൻ ഇന്ത്യ അറ്റ് പ്രസന്റ്? 25 ആണ്. 25 ഹൈക്കോർട്ട്സ് ആണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. ഹംപി, the World Heritage Site which was part of the Vijayanagar Empire is located in. ഹംപി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. ദ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ, ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ. എ മോണമെന്റ് വിച്ച് വാസ് നോട്ട് ബിൽറ്റ് ബൈ എംപറർ ഷാജഹാൻ. താഴെ പറയുന്ന സ്മാരകങ്ങളിൽ ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിക്കാത്തത് ഏതാണ്? കുത്തബ് മിനാർ ആണ്. റെഡ് ഫോർട്ട്, താജ്മഹൽ, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ഇത് മൂന്നും പണി കഴിപ്പിച്ചത് ഷാജഹാൻ ആണ്. കോവാക്സിൻ ഈസ് എ COVID-19 വാക്സിൻ ഡെവലപ്ഡ് ബൈ. കോവാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഭാരത് ബയോടെക് ആണ്. ഭാരത് ബയോടെക്. ഇന്ത്യയിലെ ശൂന്യാകാശ ഗവേഷണ പദ്ധതിക്ക് ശക്തമായ അടിത്തറ പാകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ്? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്. Title of the book published by the former American President Barack Obama in 2020. A Promised Land. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമ 2020 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എ പ്രോമിസ്ഡ് ലാൻഡ്. ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ്. വർത്തമാന പുസ്തകം. ദ ഫസ്റ്റ് ട്രാവലോഗ് ഇൻ മലയാളം വാസ് റിട്ടൺ ബൈ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം എഴുതിയത് ആരാണ്? പാറേമാക്കൽ തോമ കത്തനാർ. പാറേമാക്കൽ തോമ കത്തനാർ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനടി കുറച്ച് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 22 LDC മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 12 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരാൻ പോകുന്നത്. നമ്പർ 1 എഡ്യൂക്കേറ്റർ ആയ മൻസൂർ അലി സാർ അടക്കം ഈ കോഴ്സിനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ നിങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. കൂടാതെ 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 23 80 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ 200 ദിവസത്തെ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് സെപ്റ്റംബർ 16 ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഇനി റിസർച്ച് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് 75 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 സെപ്റ്റംബറിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് LDC മെയിൻസിനും. അതുപോലെ എല്ലാ ഫ്രൈഡേയ്സും സെപ്റ്റംബറിലെ എല്ലാ ഫ്രൈഡേയ്സിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. Booker Prize. The prestigious literary award is given to which of the following genre of literature? പ്രശസ്ത സാഹിത്യ പുരസ്കാരമായ ബുക്കർ പ്രൈസ് നൽകുന്നത് ഏത് സാഹിത്യ വിഭാഗത്തിനാണ്? നോവലിനാണ് നൽകുന്നത്. നോവൽ. Who among the following is considered as the father of English poetry? ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്ന് അംഗീകരിക്കപ്പെട്ട കവി ആരാണ്? ജോഫ്രി ചോസർ ആണ്. ജോഫ്രി ചോസർ. The movement started by Greta Thunberg for climate legislation. കാലാവസ്ഥാ സംബന്ധിയായ നിയമനിർമ്മാണത്തിന് വേണ്ടി ഗ്രേറ്റ തുൻബർഗ് ആരംഭിച്ച പ്രസ്ഥാനം
ഏതാണ്? ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ. ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. According to the Hindu Minority and Guardianship Act 1956, the natural guardian of a Hindu minor boy or unmarried girl is. 1986 ഹിന്ദു മൈനോറിറ്റി രക്ഷകർത്ത നിയമം അനുസരിച്ച് ഹിന്ദു മൈനർ ആൺകുട്ടിയുടെയോ വിവാഹിതയല്ലാത്ത പെൺകുട്ടിയുടെയോ സ്വാഭാവിക രക്ഷകർത്താവ് ആരാണ്? അച്ഛനാണ്. അച്ഛൻ. The Dravidian language spoken by the highest number of people in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? തെലുങ്കാണ്. തെലുങ്ക്. Which among the following state does not have its own high court? താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനത്തിനാണ് സ്വന്തമായിട്ട് ഹൈക്കോടതി ഇല്ലാത്തത്? സ്വന്തമായിട്ട് ഹൈക്കോടതി ഇല്ലാത്തത് മിസോറാമിനാണ്. മണിപ്പൂരിനുണ്ട്, സിക്കിമിനുണ്ട്, ഹിമാചൽ പ്രദേശിനുണ്ട്. ശ്രീനാരായണ ഗുരു initiated a revolution by consecrating an idol of Lord Shiva at. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠയിലൂടെ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിച്ച സ്ഥലം ഏതാണ്? അരുവിപ്പുറമാണ്. സ്വദേശാഭിമാനി, ദ മലയാളം ന്യൂസ് പേപ്പർ ഓഫ് വിച്ച് രാമകൃഷ്ണ പിള്ള വാസ് ദ ചീഫ് എഡിറ്റർ, വാസ് ഫൗണ്ടഡ് ബൈ. അപ്പൊ സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങിയത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. Which Indian language has obtained Jnanapith, the highest literary award in India, the maximum number of times? ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലഭിച്ചത് ഏത് ഭാഷയിലെ കൃതികൾക്കാണ്? ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിലെ കൃതികൾക്കാണ്. The two planets which came closer to each other in the grand conjunction of 21st December 2020, അതായത് 2020 ഡിസംബർ 21 സംഭവിച്ച മഹാസംഗമത്തിൽ അടുത്തടുത്ത് വന്ന രണ്ട് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? വ്യാഴവും ശനിയുമാണ്. ജൂപ്പിറ്ററും സാറ്റേണും. ദ കെമിക്കൽ നെയിം ഓഫ് അജിനോമോട്ടോ. അജിനോമോട്ടോയുടെ രാസനാമം എന്താ? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അടുത്ത ചോദ്യം. ദ ടീം വിച്ച് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മാക്സിമം നമ്പർ ഓഫ് ഫുട്ബോൾ വേൾഡ് കപ്പ്. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ. അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു സ്കോർ എ സെഞ്ചുറി ഇൻ T20 ഇന്റർനാഷണൽ മാച്ച്. അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ സെഞ്ചുറി എടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സുരേഷ് റെയ്ന. സുരേഷ് റെയ്നയാണ്. ദ വൈറ്റമിൻ വിച്ച് എയ്ഡ്സ് ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ. ദ എലമെന്റ് ഹാവിംഗ് നോ ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഇറ്റ്സ് ആറ്റം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏത് മൂലകത്തിൻ്റെതാണ്? ഹൈഡ്രജന്റേതാണ്. അണ്ടർ വിച്ച് ഹൈക്കോർട്ട് ഡസ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് കം. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത്? കൊൽക്കത്ത ഹൈക്കോടതിയുടെ കീഴിലാണ്. ദ സ്റ്റേറ്റ് വെയർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ദ ഹയസ്റ്റ് പ്ലേറ്റ്യൂ റീജിയൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമി ഏതാണ്? ലഡാക്ക് പ്ലേറ്റ്യൂ. ഏറ്റവും ഉയർന്നതാണ് ലഡാക്ക് പ്ലേറ്റ്യൂ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ വെർ മെർജ്ഡ് ഇൻ 2019? താഴെ പറയുന്നതിൽ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് 2019 തമ്മിൽ യോജിപ്പിച്ചത്? ഏതൊക്കെയാണ്? ദാദ്ര നാഗർ ഹവേലിയും ദാമൻ ദിയുവുമാണ്. എ ഡിസീസ് വിച്ച് ഈസ് പ്രിവാലന്റ് ഫോർ എ ലോങ് ടൈം ഇൻ എ പോപ്പുലേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഈസ് കോൾഡ്. ഒരു പ്രത്യേക പ്രദേശത്തുള്ള ജനങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുന്ന രോഗത്തിന് പറയുന്ന പേര് എന്താണ്? എൻഡമിക് ആണ്. എൻഡമിക്. ആറന്മുള ബോട്ട് റേസ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബോട്ട് റേസസ് ഇൻ കേരള, ഈസ് ഹെൽഡ് അറ്റ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴയ വള്ളംകളി മത്സരങ്ങളിൽ ഒന്നായ ആറന്മുള വള്ളംകളി നടത്തുന്ന നദി ഏതാണ്? നദിയാണ് ചോദിച്ചത്. പമ്പ നദിയാണ്. പമ്പ. ദ ഇന്റർനാഷണൽ ട്രീറ്റി പാരീസ് എഗ്രിമെന്റ് ഡീൽസ് വിത്ത്. പാരീസ് ഉടമ്പടി ഏത് വിഷയത്തെ പറ്റി ഉള്ളതാണ്? കാലാവസ്ഥാ വ്യതിയാനമാണ്. ക്ലൈമറ്റ് ചേഞ്ച്. Which of the following is correct in the order of increasing capacity of computer storage? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടർ സംഭരണ ശേഷി ആരോഹണ ക്രമത്തിൽ ഇൻക്രീസിംഗ് കപ്പാസിറ്റിയിൽ എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്?
മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്. The draft of the Temple Entry Proclamation issued in Travancore on 12th November 1936 by the Maharaja Chittiru Balaramarma was prepared by തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കരട് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ്. The district in Kerala which has got the maximum number of municipality. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നഗരസഭകൾ ഉള്ളത്? ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം. ഐഡന്റിഫൈ ദ റോങ് കോമ്പിനേഷൻ. തന്നിരിക്കുന്നതിൽ റോങ് കോമ്പിനേഷൻ ഏതാണ്? വേൾഡ് വൈഡ് വെബ്, ടിം ബെർണേഴ്സ്-ലീ, സെൽഫോൺ, മാർട്ടിൻ കൂപ്പർ, സ്റ്റെതസ്കോപ്പ്, റെനെ ലെനാക്ക്, അയൺ ബോക്സ്, റുഡോൾഫ് ഡീസൽ. അപ്പോൾ അയൺ ബോക്സ്, റുഡോൾഫ് ഡീസൽ എന്നുള്ളതാണ് തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഓൺലി ഹിമാലയൻ റിവർ വിച്ച് ഫൈനലി ഫാൾസ് ഇൻ അറേബ്യൻ സീ. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു ആണ്. എ കെ ജാനകി അമ്മാൾ വാസ് എ റെപ്യൂട്ടഡ് സയന്റിസ്റ്റ് ബോൺ ഇൻ തലശ്ശേരി ഓഫ് ദ erstwhile മദ്രാസ് പ്രസിഡൻസി. ഷീ ഈസ് ഫേമസ് ഫോർ ഹർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ്. മദ്രാസ് പ്രവിശ്യയിലെ തലശ്ശേരിയിൽ ജനിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞയായിരുന്ന ഇ കെ ജാനകി അമ്മാൾ അവരുടെ സംഭാവനകൾ ഏത് രംഗത്തായിരുന്നു? ബോട്ടണിയിലായിരുന്നു, സസ്യശാസ്ത്രം. ചാണക്യ ദ ഓതർ ഓഫ് അർത്ഥശാസ്ത്ര വാസ് ദ റോയൽ അഡ്വൈസർ ഓഫ്. അപ്പൊ അർത്ഥശാസ്ത്രം എന്ന കൃതി രചിച്ച ചാണക്യൻ ഏത് ചക്രവർത്തിയുടെ ഉപദേഷ്ടാവ് ആയിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യ. എട്ടാമത്തെ മോതിരം ആരുടെ ആത്മകഥയാണ്? എട്ടാമത്തെ മോതിരം ഇസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് കെ എം മാത്യു. The biggest rice exporting country in the world as of 2018-19. 2018-19 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. Which of the following is not a disease affecting the eyes? കണ്ണിനെ ബാധിക്കാത്ത അസുഖം ഏത്? ഗ്ലോക്കോമ, മയോപ്പിയ, കാറ്ററാക്ട്, ന്യൂറോമ. ഏതാണ്? ന്യൂറോമയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, who mooted the idea of registering a cooperative group called Unemployed Mutual Assistance Group of Mercantile Workers, which later became ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സ്ഥാപനം തൊഴിലാളികളുടെ പരസ്പര സഹായ സംഘം എന്ന നിലയിൽ സംഘടിപ്പിച്ചത് ആരുടെ ആശയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്? വാഗ്ഭടാനന്ദന്റെ ആശയത്തിൽ നിന്നാണ്. അടുത്തത്, the component of the blood primarily involved in protecting the body from infectious and foreign invaders. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അപ്പൊ ശരീരത്തിനെ സാംക്രമിക രോഗങ്ങളിൽ നിന്നും അന്യവസ്തുക്കളിൽ നിന്നും രക്ഷിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ശ്വേത രക്താണുക്കൾ ആണ്. ദ വിന്നർ ഓഫ് എഴുത്തച്ഛൻ പുരസ്കാരം 2020 പോൾ സക്കറിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറിയയ്ക്കാണ്. ദ വേൾഡ് ഫേമസ് പെയിന്റിംഗ് മൊണാലിസ ഈസ് എ വർക്ക് ബൈ. വിശ്വപ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം വരച്ചത് ആരാണ്? ലിയോനാർഡോ ഡാവിഞ്ചി. The company which has supplied Rafale fighter jets to Indian Air Force in 2020. ഇന്ത്യൻ വായുസേനയ്ക്ക് 2020 റാഫേൽ യുദ്ധവിമാനങ്ങൾ നൽകിയ കമ്പനി ഏതാണ്? ഡസാൾട്ട് ഏവിയേഷൻ ആണ്. The slogan ഇൻകുലാബ് സിന്ദാബാദ് was coined by. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗലാന ഹസ്രത് മൊഹാനി. Which of the following town in Kerala is the center of pineapple cultivation? പൈനാപ്പിൾ കൾട്ടിവേഷൻ എവിടെയാ? വാഴക്കുളത്താണ്. കിംകി ഡ്യൂക്ക്, the famous film director who passed away recently was a native of. ഈ അടുത്ത കാലത്ത് അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകനായ കിംകി ഡ്യൂക്ക് ഏത് രാജ്യക്കാരനാണ്? സൗത്ത് കൊറിയ, ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, the proverb stitch in time saves 9 refers to the importance of prompt action. Social distancing has proved to be an effective means to prevent dash to coronavirus. Exposure to coronavirus. Let us finish the work assigned to us. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? shall be. Which of the following is wrongly spelt? താഴെ തന്നിരിക്കുന്നതിൽ wrongly spelt ആയിട്ടുള്ള വേർഡ് amateur എന്നുള്ളതാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് ഈസ് ദ മോസ്റ്റ് അക്സെപ്റ്റബിൾ വൺ? ഏറ്റവും അനുയോജ്യമായ തെറ്റില്ലാത്ത സെന്റൻസ് ഏതാണ്? ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം റിപ്പോർട്ടഡ് ഫോർ ഡ്യൂട്ടി എസ്റ്റർഡേ വരുമ്പോഴത്തേക്കും B2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് മോഡസ്റ്റ്? മോഡസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോസ്റ്റ്ഫുൾ ആണ്. ബോസ്റ്റ്ഫുൾ. അടുത്ത ചോദ്യം, ദ ഡയറക്ടർ അപ്പോയിന്റഡ് ആൻ അഡ്ഹോക് കമ്മിറ്റി ടു സ്റ്റഡി ദ പ്രോജക്ട്. ദ മീനിങ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻഡ് ഈസ്. അഡ്ഹോക്കിന്റെ മീനിങ് എന്താ? ഫോർ ദ പർപ്പസ് അല്ലെങ്കിൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ദ ടൈഡൽ വേവ്സ് ഹാവ് ക്രിയേറ്റഡ് ഹാവോക്ക് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. ദ സെന്റൻസ് വെൻ ബിഗൺ വിത്ത് ഹാവോക്ക്. ഹാവോക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണ്? ഹാവോക്ക് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ ടൈഡൽ വേവ്സ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. ഇത് പാസീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആണ്. അടുത്ത ചോദ്യം, we will not be able to succeed in life dash we work hard. ഏതാണ്? unless ആണ്. which part of the sentence given below has an error in it? if I had known that you were in need of help I could help you. ഏതാണ് ഇതിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്? നാലാമതാണ്, I could help you. if ക്ലോസിൽ had plus V3 വന്നാൽ എന്താണ്? മെയിൻ ക്ലോസിൽ would have plus V3 ആണ് വരേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം, ദ ഫയർമെൻ റഷ്ഡ് ടു ദ സ്പോട്ട് ആൻഡ് എക്സ്റ്റിങ്ക്യൂഷ്ഡ് ദ ഫയർ. ദ വേർഡ് അണ്ടർലൈൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദ ഫ്രേസ് എക്സ്റ്റിങ്ക്യൂഷ്ഡ് എന്ന് മീനിങ് വരുന്ന ഫ്രേസ് ഏതാണ്? പുട്ട് ഔട്ട്. ഡാഷ് ഹി ഈസ് ഗുഡ് അറ്റ് സോൾവിംഗ് പ്രോബ്ലം. ഹി കനോട്ട് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ഹിസ് പേഴ്സണൽ പ്രോബ്ലം. ഓൾദോ. ദ പോലീസ് ഓഫീസർ ആസ്ക്ഡ് ദ പാസഞ്ചർ, വൈ ഡോണ്ട് യു വിയർ ദ മാസ്ക് പ്രോപ്പർലി? ഈ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോലീസ് ഓഫീസർ ആസ്ക്ഡ് ദ പാസഞ്ചർ വൈ ഹി ഡിഡ്ന്റ് വിയർ ദ മാസ്ക് പ്രോപ്പർലി. അടുത്ത ചോദ്യം, there are neat pavements on dash either side of the road. അപ്പം സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. either side of the road ആണ്. he is rich, he is not happy. കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ്. the compound sentence formed by combining the two sentences is he is rich but he is not happy. അടുത്തത് റീസണിങ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് GK കറണ്ട് അഫയേഴ്സ് ആൻഡ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈസി ആയിരുന്നു ചോദ്യം. ഇത് പക്ഷേ ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റത്തില്ല. SSLC ആണ് ക്വാളിഫിക്കേഷൻ. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.